യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മുഖത്തവും നീളത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിൽ നിർത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ നാമം വെളിപ്പെടും, ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മ്യൂട്ട് ചെയ്തു, എല്ലാവരും മ്യൂട്ട് ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വാക്യമാണിത്. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങൾ. ഈ വചനം കേട്ടിട്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റി? ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഹല്ലേലൂയ. എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, നമ്മൾ വചനം വായിക്കുന്നുണ്ട്. ആമേ, ദൈവത്തിൻ്റെ വചനം തീയാകുന്നു, അത് ചുറ്റികയാകുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലേക്കാൾ മൂർച്ചയുള്ളതാകുന്നു. ആമേ, ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നതാകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ആത്മാവും ഉള്ളതാകുന്നു. ഹല്ലേലൂയ. സോ വേർ ഈസ് ദ പ്രോബ്ലം? ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്യാൻ എവിടെയാണ് തടസ്സമായിരിക്കുന്നത്? ദ പ്രോബ്ലം ഈസ് നമ്മുടെ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. വാട്ട് ഹാപ്പൻ? നമുക്ക് എന്താണ് സംഭവിച്ചത്? നമുക്ക് എന്താണ് പറ്റിയത്? കാരണം നമ്മൾ കാണുന്നത് പല വ്യക്തികളെയാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ പാരമ്പര്യമായിട്ട് വന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, ബെന്തക്കോസ്തി നടക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഒത്തിരി പേരെ കാണുമ്പോൾ വി ആർ കൺഫ്യൂസ്ഡ്. കാരണം അവർക്കും ഇത് സംഭവിക്കുന്നല്ലോ, ഇവർക്കും ഇത് സംഭവിക്കുന്നു, സോ എനിക്കും ഇത് ഓക്കെ ആണെന്ന് വിചാരിച്ച് നമ്മൾ പോകും. പക്ഷെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുന്നതൊന്ന് നിന്ന് നിർത്തണം. ആമേ, ലെഫ്റ്റും റൈറ്റും മുകളിലും താഴെയും എല്ലാം നോക്കുന്ന നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഫെയ്ത്തിലേക്ക് വരണം. കാരണം പുതിയ നിയമം സ്റ്റാൻഡ് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത് ഫെയ്ത്തിലാണ്. വിശ്വാസത്തിലാണ്. വിശ്വാസമുണ്ടെങ്കിൽ എന്നാ കർത്താവ് എപ്പോഴും ചോദിക്കുന്നത്. ഹല്ലേലൂയ. സോ വിശ്വസിക്കുന്നവരാൽ ഇവയൊക്കെയും സംഭവിക്കും. വിശ്വസിച്ചാൽ, നീ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വാസം, ദ ഫെയ്ത്ത്, അത് എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ ആക്റ്റീവ് ആകാതിരിക്കുന്നത്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ദർ ഈസ് എ ടൈം നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഏതൊക്കെയോ സമയങ്ങളിൽ നമ്മൾ അവിശ്വാസം എന്ന ഒരു കൂട്ടുകാരനുമായിട്ട് കൂട്ടുകൂടി. ഹല്ലേലൂയ. ഈ അവിശ്വാസത്തിൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മളുടെ കൂടെ കൂടിക്കഴിയുമ്പോൾ അവൻ പറയുന്നതേ പിന്നെ നമുക്ക് വലുതായിട്ട് തോന്നത്തുള്ളൂ. വി സ്റ്റാർട്ട് ബിക്കമിങ്, നമ്മൾ ഫെയ്ത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ഫെയ്ത്ത് ഇല്ലാത്ത അൺബിലീഫിനോട് കൂടിയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഗ്രാജുവലി നമ്മുടെ ഫെയ്ത്ത് ഇരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ബിക്കോസ് ഒരു ബോൺ അഗെയിൻ ആയിക്കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വന്നു കഴിയുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റാർട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ ക്ലെൻസിങ്ങിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മളെ കയറ്റിവിടാൻ തുടങ്ങും. ഒരു ദൈവ പൈതലിൻ്റെ പേരാണ് ഗ്രോയിങ്. ഹല്ലേലൂയ. ബോൺ അഗെയിൻ എന്ന് പറയുന്നതിനെക്കാട്ടിൽ നമ്മൾ പറയുന്നത് വി ആർ ഗ്രോയിങ് ടുഗെദർ. നമ്മളെ ദൈവം വളർത്തുന്നത് പലരിലൂടെയാണ് നമ്മളെ വളർത്തുന്നത്. പാസ്റ്ററിൻ്റെ സ്വഭാവം, പാസ്റ്റർമാരുടെ സ്വഭാവം, വ്യക്തികളുടെ സ്വഭാവം, ഹസ്ബൻഡിൻ്റെ സ്വഭാവം, നമ്മുടെ പാലുകാരൻ്റെ, നമ്മുടെ മീൻകാരൻ്റെ, ഒന്നും വേണ്ട നമ്മുടെ അയൽവാസിയുടെ കയ്യാലയുടെ വഴക്കിലൂടെ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിലൂടെ അവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളെ പെറ്റ അമ്മയിലൂടെ, അവരെയും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഏതെങ്കിലും അവസ്ഥയിലൂടെ കടത്തിവിട്ടായിരിക്കും, നമ്മുടെ ജോലി വിഷയത്തിൽ, നമ്മുടെ ഓഫീസിൽ. അപ്പോൾ എല്ലാ രീതിയിലും കർത്താവ് നമ്മളെ വളർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് നമ്മൾ കണ്ടതെല്ലാം അവിശ്വാസത്തെയാണ്. ഈ അവിശ്വാസം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ വിശ്വാസം നമ്മളിലേക്ക് ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല. ഈവൻ ദോ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ആക്റ്റീവായി ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണ്, അയ്യോ കർത്താവേ, എനിക്ക് ഈ അവിശ്വാസം ഇനി വേണ്ട, എനിക്കിനി ഇത് വിശ്വസിക്കണം, ഇന്നു മുതൽ ഞാൻ വിശ്വസിക്കാൻ പോവുക. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഇൻവിറ്റേഷൻ അവിടെ കിടക്കുകയാണ്. അവൻ ആ അൺബിലീഫ് നമ്മളെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഹെവിനെസ് തോട്ട് പാറ്റേണിൽ നമ്മുടെ ഇരിക്കുന്ന പോലെ സ്ട്രോങ് ഹോൾഡാണ്. അതും ഒരു സ്ട്രോങ് ഹോൾഡാണ്. എന്താണെന്നറിയാമോ? എന്താണെന്ന് വെച്ചാൽ അവൻ വന്നിരുന്നിട്ട് അൺബിലീഫിൻ്റെ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ കയറി. നമ്മൾക്കറിയത്തില്ല അത് സ്പിരിറ്റ് ആണെന്ന് പോലും നമുക്കറിയത്തില്ല. ആ അൺബിലീഫ് നമ്മളെ സപ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പിന്നെ നെഗറ്റീവ് വരും. നമുക്ക് പിന്നെ ഹോപ്പ്ലെസ് ആകും, നമ്മൾ പിന്നെ രോഗിയാണെന്ന് തോന്നും, നമ്മൾ പിന്നെ പോകുന്ന സ്ഥലമൊന്നും ശരിയാവുന്നില്ലെന്ന് പറയും, നമ്മളാണ് കുറ്റക്കാരെന്ന് പറയും, നമ്മൾ പിന്നെ നമ്മൾക്ക് നമ്മളെ തന്നെ പ്രശ്നത്തായിട്ട് കാണും. ഹല്ലേലൂയ. നമുക്കൊരു ഉയർച്ചയും പിന്നെ കാണത്തില്ല. നമ്മൾ തന്നെ നമ്മളെ സപ്രസ്. ഇന്ന് മുതൽ ആരും നമ്മൾ കുറഞ്ഞവരല്ല. നമ്മളെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരോടുമാണ് സംസാരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ജയാളികളാണ്. ആമേൻ.
അവൻ നമ്മളെ ഏൽപ്പിച്ച ജോലി ചെയ്യുവാനായി നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഓരോ പാത്രങ്ങളാണ്. അവൻ അവൻ്റെ ഇഷ്ടത്തിന്, നമ്മൾ ഈവെന്തോ കുടുംബത്തിലാണ്, ഈവെന്തോ നമ്മൾ ഒരു വലിയ കൂട്ടുകുടുംബത്തിലായിരിക്കാം, ഈവെന്തോ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട് സർക്കിളിലായിരിക്കും, ഈവെന്തോ നമ്മൾ സ്പിൻസ്റ്റേഴ്സ് ആയിരിക്കാം, ഈവെന്തോ നമ്മൾ വിധവയായിരിക്കാം, ഈവെന്തോ നമ്മൾ ഏതെല്ലാം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നോ, ദൈവത്തിന് ഡസൻ മാറ്റർ. എല്ലാവരിലും ഒരേ ഒരു പാക്കേജേ ഉള്ളൂ, ഫെയ്ത്ത് ഉണ്ടോ, ഇറ്റ് ഈസ് പോസിബിൾ. വിശ്വസിക്കും തോറും വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ഫെയ്ത്ത് ഹാസ് ടു ഇൻക്രീസ്. ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവന് കൊടുത്ത ഇൻവിറ്റേഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയണം ഹല്ലേലൂയ, ഞാൻ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇതൊന്നും നടക്കത്തില്ലയോ, ഇതെങ്ങനെ നടക്കാൻ, ഇത് ഇമ്പോസിബിൾ ആണെന്ന്. പക്ഷേ നടക്കുന്നത് വരെയും നീ അത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഇറ്റ് ഈസ് പോസിബിൾ. അതിനാണ് കർത്താവ് പറഞ്ഞത് സ്തോത്രം ചെയ്യാനായിട്ട്. വാട്ട് ഈസ് സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ? പ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ്. സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്യുന്നു, താങ്ക്സ് ഗിവിങ് കൊടുക്കുന്നു. നമ്മൾ വരാനിരിക്കുന്നതിനെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചും പ്രസൻറ്റിനെക്കുറിച്ചും ഒരു ദൈവ പൈതൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സങ്കീർത്തനം ഓരോ വാക്യങ്ങൾ എടുക്കുന്നില്ല, ഉടനീളം നമ്മൾ 1 തൊട്ട് 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, അവന് സ്തോത്രം ചെയ്യുവിൻ, അവനെ സ്തുതിക്കുവിൻ, അവനെ സ്തുതിക്കുവിൻ, അവന് സ്തോത്രം ചെയ്യുവിൻ. ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ദിസ് ഈസ് ദ പാക്കേജ്, അടുത്ത ലെവലിലേക്ക് പോകാനുള്ള. അതുകൊണ്ടാണ് നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കഷ്ടങ്ങളിലും സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നിങ്ങൾ, ഇനിയുള്ള വചനങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് തന്നെ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ വരും, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്ന് പറയുവാൻ. ഹല്ലേലൂയ. നിനക്കൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് യോബിന് പറയുവാൻ സാധിച്ചത് എങ്ങനെയാണ്? ആ ഫെയ്ത്ത് നമ്മളിലേക്ക് വർദ്ധിക്കുമ്പോഴാണ്. എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, ഇപ്പോൾ തന്നെ മിറക്കൾ നടക്കണം. നോ 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 നോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് അത് നിരവും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഓർക്കുമ്പോഴേ കർത്താവേ നീ അത് നിൻ്റെ ടൈമിൽ നീ ചെയ്യുന്നതിനായി സ്തോത്രം എന്ന് പറയുന്നത് മേ ബി അത് 15 years കഴിയുമ്പോഴായിരിക്കും ഞാൻ കണ്ടത്. മേ ബി 5 years കഴിഞ്ഞിട്ടായിരിക്കും കണ്ടത്. മേ ബി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഒരു ക്യാമറ സ്റ്റാൻഡ് വാങ്ങാനായിട്ട് കഴിഞ്ഞ 8 മാസമല്ല 1.5 വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആരെങ്കിലും വാങ്ങിച്ചു തരാൻ ആഗ്രഹിച്ചാൽ പോലും അതിവിടെ ആപ്ലിക്കബിൾ അല്ല. പിന്നെ പറയാം അവരുടെ കൂടെ പോയി താമസിച്ചോളാൻ പറയാം. അതുകൊണ്ട് അങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കസിൻസിന് വേണമെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് എന്ത് സാധനവും വാങ്ങിച്ചു തരാൻ പറ്റും. അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. പിന്നെ അവരുടെ കൂടെ താമസിച്ചോളാൻ പറയാം. അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അങ്ങനെ. ഹല്ലേലൂയ. സോ ഐ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിവൺ. ഇന്നൊരു ക്യാമറ ഞാൻ ഒരാളിൽ നിന്ന് ആഗ്രഹിച്ചാൽ നാളെ ഞാൻ വേറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിന് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ഒരു ക്യാമറ സ്റ്റാൻഡ്? ഹല്ലേലൂയ. ഈയിടെ ഈ 3-4 ദിവസമേ ആയുള്ളൂ കിട്ടിയിട്ട്. അപ്പോൾ ദൈവ പൈതലെ ഓരോ കാര്യത്തിലും കർത്താവ് അറിയാതെ ഒരു സംഭവം നടക്കുന്നില്ല. ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ അൺബിലീഫ്, നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്? ഇന്ന് നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഗ്രേറ്റ് സ്റ്റഡീസ്, അവരുടെ ജേർണി, അവരുടെ കല്യാണം, അവരുടെ ജോലി, അവരുടെ ഭദ്രത, അവരായിട്ട് നമ്മളെ ആരാണ് ആഗ്രഹിക്കാത്തത്? അംബാനിയെ പോലെ നമ്മുടെ കുഞ്ഞാകരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ടാറ്റയും ബിർളയും അംബാനിയും പോലെ നമ്മുടെ കുഞ്ഞായിത്തീരണമെന്നാണ്. ഹല്ലേലൂയ. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു സത്യം ഞാൻ അറിഞ്ഞപ്പോൾ ആ സത്യം എന്നെ സ്വതന്ത്രയാക്കി. ഈ ഒരു തോട്ടിൽ നിന്ന് ഞാനും ആഗ്രഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ പിന്നീട് ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര എസ്റ്റേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൂടെ ഒക്കെ ഓടണം, അവിടെ ഫാം, പിന്നെ അവിടെ ഒരു ചായ, ഈ ലൊക്കേഷനിൽ ഒരു ദിവസം ചായ കുടിക്കണം ഇരുന്നിട്ട്, പിന്നെ ജോലിക്കാരി കൊണ്ടുവന്ന് ആ ലൊക്കേഷനിൽ പിന്നെ കൊണ്ടുവയ്ക്കുന്നു. ഇങ്ങനെ നമ്മളങ്ങ് ഭയങ്കര പിന്നാണ് എനിക്ക് മനസ്സിലായത്, ദൈവം തമ്പുരാനെ ഇതല്ലല്ലോ സത്യമെന്ന്. കാരണം ഈ ലൊക്കേഷനിൽ പോകാൻ എനിക്ക് വളരെ എളുപ്പമാണ്, പക്ഷേ എൻ്റെ ആത്മാവ് നഷ്ടമായി പോകും. എനിക്ക് അവിടെ ഒരു കിരീടവും പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ എളുപ്പിയായിട്ട് എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ ആ കർത്താവ് പറയും, ഹല്ലേലൂയ, എന്താണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വൽ മീറ്റിങ്സിൽ ചെല്ലണം. സ്പിരിച്വൽ മീറ്റിങ്സിന് ചെല്ലുമ്പോൾ ഒരു മീൻകാരിയും ആ മീറ്റിങ്ങിൽ ഇങ്ങനെ വന്ന് നിൽക്കും, കർത്താവേ ഇപ്പോൾ എനിക്ക് മിറക്കിൾ നടക്കണമെന്ന് ആ അനോയിറ്റഡ് പേഴ്സൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കും മറ്റേ ആളും വന്ന് നിൽക്കുന്നത്. വലിയ പണക്കാരനായിരിക്കും, കാരണം അവരെ ഓടിക്കും കർത്താവ്. അവരും വന്നിരിക്കും, ഇപ്പോൾ എന്നെ ഒന്ന് തുടങ്ങി കർത്താവെന്ന്. എല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പം ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്നാണ്. ചിലർ മനുഷ്യരിൽ ആശ്രയിക്കും, രഥങ്ങളിൽ ആശ്രയിക്കും, കുതിരകളിൽ ആശ്രയിക്കും. പക്ഷേ കർത്താവിൽ ആശ്രയിക്കാൻ ഒരു സമയം ദൈവം ഒരുക്കും അവരുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ.
ആ ഒരുക്കത്തിലാണ് നമ്മളെല്ലാം ഒരുക്കി. ഇത്രയും ദിവസം നമ്മളെ ഉടച്ചു ദൈവം. ഇനി കർത്താവ് പറയണം, നിന്നെ അടുത്ത ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, നിന്നെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. യു ആർ ഗോയിങ് ടു ബി എ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അമ്മ യഥാർത്ഥമായി നിന്റെ അവിശ്വാസത്തെ ഇന്ന് ഉണക്കിയിട്ട് അതിനെ ഒന്ന് കരിച്ചു മാറ്റിയിട്ട് വിശ്വാസത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് നിന്നെ കൊണ്ടുവന്നിട്ട് അവിശ്വാസത്തെ എടുത്തുമ്പോൾ നീ ഇനി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നീ ഇനി സംസാരിക്കുമ്പോൾ റെവലേഷൻ പോകും. ഹല്ലേലൂയ. നീ ഇനി വചനം വായിക്കുമ്പോൾ റേമയായിട്ട് നിന്റെ ജീവിതത്തിൽ മാറുമത്. ഹല്ലേലൂയ. നീ ഇനി നിൽക്കുമ്പോൾ നീ പരാജയമാണെന്ന് പറയത്തില്ല. നീ നിൽക്കുമ്പോൾ അവർ പറയും നീ ഒരു അനുഗ്രഹമാണെന്ന്. ഇനി അവർ പറയും നീ നിന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞവരെല്ലാം പറയും നീ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അനുഗ്രഹമായതെന്ന് പറയും. നീ ഇനി എന്നാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതെന്ന് ചോദിക്കും. ഹല്ലേലൂയ. ഇത് സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. എല്ലാവരും ആമേൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴ് ജീസസ് ഹല്ലേലൂയ. നിന്ദിത പാത്രമായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എത്ര പേരെന്ന് വിശ്വസിക്കുന്നു? അമേ, നിന്ദിത പാത്രമായി നമ്മൾ, അമേൻ, അത് കണ്ടിന്യൂഷനായിട്ട് അങ്ങ് പോവുകയല്ല. ഇന്ന് നിങ്ങൾ ഇത് വിശ്വസിക്കണം. അമേൻ. ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. നിന്ദിത പാത്രമായി ഇത് നമ്മുടെ തോട്ട് പാറ്റേണിലാണ് ഈ പ്രോബ്ലം ഇരിക്കുന്നത്. നിന്ദിത പാത്രമാകാൻ നമ്മെ നായകൻ കൈവിടത്തില്ല എന്നേക്കും. അലോ ചെയ്യും, പക്ഷേ അതിലേക്ക് വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എഴുന്നേറ്റ് നാം പണിതീടുക, അമേൻ, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. നമ്മൾ എപ്പോഴെല്ലാം എഴുന്നേൽക്കുന്നു, പലപ്പോഴും നമ്മൾ പറയും കർത്താവേ നീ എന്നെ ഒന്ന് തൊട്, നീ എനിക്കൊരു വെളിപ്പാട് തന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. കർത്താവ് പറയും മോളെ അത് മറ്റുള്ളവർക്ക് ഓക്കെ, പക്ഷെ നിനക്ക് അങ്ങനെയല്ല. നീ ഒന്ന് എഴുന്നേൽക്കണം. നീ ഒന്ന് എഴുന്നേൽക്കാമെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അന്യഭാഷയുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആമേ, ഒരു ഗ്രൂപ്പ് മാത്രമല്ല, 6 ഗ്രൂപ്പ് നമുക്കുണ്ട്. ഓരോ ഗ്രൂപ്പിലും എത്രയോ പേരുണ്ട്. അതിൽ ചിലപ്പോൾ 2 പേര് 3 പേരായിരിക്കും ബാക്കി എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും ആക്റ്റീവ് ആകണം. എല്ലാവരും എഴുന്നേറ്റിട്ട് ബൈബിൾ റീഡിംഗ് കണ്ടിന്യൂഷനായിട്ട് ഒരു ചാപ്റ്ററെങ്കിലും വായിക്കണം. ആ വായിക്കുന്ന മീനിങ് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നിങ്ങളെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വചനം നിങ്ങൾ എഴുതിയെടുക്കണം. പലപ്പോഴും നമ്മൾ അത് നമ്മുടെ ഉള്ളത്തിൽ വചനം പോയിട്ട് റേമയാവാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ എഴുന്നേക്കാൻ എളുപ്പമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്, വെളിപ്പാടുണ്ടാകുന്നത്, വിടുതലുണ്ടാകുന്നത്. അപ്പോൾ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ആ ജീവനും ആത്മാവും നമ്മുടെ ഉള്ളത്തിലേക്ക് കയറാൻ തുടങ്ങും. നമ്മളെ ദൈവത്തിനൊരു വെളിച്ചമാക്കണമെന്നുണ്ടെങ്കിൽ വചനം ദൈവമാണ്, ദൈവം വചനമാണ്. യോഹന്നാൻ 1 എഴുതിയിരിക്കുന്നു വചനം ദൈവമാണെന്ന്. അപ്പോൾ ഈ വചനമാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നൊരു പ്രാക്ടീസാണ് ഇന്ന് മുതൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഡോർ തുറക്കണം, മുറ്റത്ത് പേപ്പറുണ്ടോ പാലുണ്ടോ നോക്കണം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ വിശ്വാസത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തലയിൽ കൈവച്ചിട്ട് പറയണം, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിൻ്റെ യഹോവ ഭക്തിയുടെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു എന്ന്. അത് നിങ്ങൾ വിശ്വസിക്കണം. അത് ചുമ്മാതെ പറയരുത്. വെറുതെ പറയാൻ എളുപ്പമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ പറയണം, കണ്ണടച്ചിട്ട്. ഈവൻ ദോ നമ്മൾ പാലെടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ പോവും, കാരണം അച്ചാന് പോകാൻ സമയം, എന്നിട്ടും നിങ്ങൾ കൈവച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പറയണം, യഹോവയുടെ ആത്മാവിനെ ആര് കളിയായിക്കോട്ടെ, അമ്മായിയമ്മ കളിയായിക്കോട്ടെ, അപ്പച്ചൻ കളിയായിക്കോട്ടെ, നാട്ടുകാർ കളിയായിക്കോട്ടെ, ചിലപ്പം ഇവളെന്തോ പുതിയൊരു വിശ്വാസി വന്നു, കളിയാക്കണം. കളിയാക്കുന്നതിനകത്താണ് നമ്മുടെ ദൈവപ്രവൃത്തി ഇരിക്കുന്നത്. പലരും പറയും ഞാൻ സ്നാനപ്പെട്ടെന്ന് അച്ഛൻ അറിയത്തില്ല, അമ്മച്ചിക്ക് അറിയത്തില്ല, ഞാനിങ്ങനെ നടക്കുകയാണ്. അതൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് പിന്നെ ചാരമായി പിന്നെ എവിടെ പോകണമെന്ന് വെച്ചാൽ അതിലേക്ക് അങ്ങ് പോകും. നമ്മൾ ഈ വിശ്വാസിയായിട്ട് നീ കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നീ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കണം. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു മോളോ അല്ലെങ്കിൽ ഇപ്പം പേരൊന്നും പറയില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഞാനങ്ങ് കൈപൊക്കും. ഞാൻ പറയും, കർത്താവേ ഇങ്ങനെ കൈപൊക്കിയിട്ട് പറയാൻ വെർബലി സൗണ്ട് ഒന്നുമില്ല, ഞാൻ കൈപൊക്കിയിട്ട് പറയും, ഈ അന്ധകാരത്തെ പ്രകാശമാക്കണമേ കർത്താവ്. ഒരു വാക്കെങ്കിലും പറയും, അന്ധകാരത്തെ പ്രകാശമാക്കണമേ കർത്താവ്. അത് അവരായിരിക്കും ഈ ക്ഷീണിച്ചത് കൊണ്ട് കൈയൊന്നും ഉയർത്തിയതാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അവരറിയണ്ട. നീ രാവിലെ പറയണം, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു, ഞാൻ തന്നെ വിവേകത്തിൻ്റെ ആലോചന പരിജ്ഞാനത്തെ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്. സമയമില്ലാത്തവർ, സമയമുള്ളവർ പതുക്കെ ഇരുന്ന് പറയണം, വിശ്വാസത്തിൽ പറയണം. ഓരോരുത്തരും എൻ്റെ കുഞ്ഞിൻ്റെ മേൽ, എൻ്റെ കൂട്ടാളിയുടെ മേൽ, എൻ്റെ മേൽ
ഹസ്ബൻഡ് ചിലപ്പോൾ രാത്രിയിൽ നിന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞ് ബാഡ് വേർഡ്സ് പറഞ്ഞ് നിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വേദനിപ്പിച്ചെന്ന് വിചാരിച്ചോ. നമ്മൾ പറയും, അച്ചായ എനിക്ക് നടുവേദനയാണ്, എന്ന് പറയുമ്പോഴായിരിക്കും പറഞ്ഞത്, നിൻ്റെ ഒരു നീ കയറിയ നാളോട്ട് നടുവേദനയാണ്, നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്, പിന്നെ ഈ കൊണ്ട് നിൻ്റെ ഒരു നടുവേദനയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചോ അന്ന് രാവിലെ ആയിരിക്കണം നീ ഏറ്റവും കൂടുതൽ 2 പ്രാവശ്യം പറയണം, എൻ്റെ അച്ചായൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് വസിക്കുന്നു, ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആലോചനയുടെയും പരിജ്ഞാനത്തിൻ്റെ യഹോവ ഭക്തിയുടെ ആത്മാവ് ആ മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി നീ കാണുവാൻ ഇടയാകും. വിശ്വസിക്കുക. അവിടെ നടക്കുന്ന 2 സംഭവങ്ങൾ: 1, നിൻ്റെ തോട്ട് പാറ്റേൺ പോസിറ്റീവായി; 2, കർത്താവിന് അവനെ തൊടുവാനൊരു അവസരം കിട്ടി; 3, നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം സംഭവിക്കുകയാണ്. കാരണം പുള്ളിയിൽ സമാധാനം വന്നില്ലെങ്കിൽ നമുക്ക് എവിടെ സമാധാനം വരാനാ? പിശാചല്ലേ പറയുന്നത്, നീ തൊടല്ലേ, നീ പ്രാർത്ഥിക്കല്ലേന്ന്. ഇയാൾ ഇത്രയും വേദനിപ്പിച്ച് അങ്ങാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനോ? യോഹന്നാൻ 1 പത്രോസ് 3:9 പറയുന്നു, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് അവരെ നിങ്ങൾ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോ ലെവലിൽ ആദ്യം നമ്മൾ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ഈ പറഞ്ഞ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഉൾപ്പെടും. നമ്മളെ ദൈവദാസനാണോ, ദാസിയാണോ, അല്ലെങ്കിൽ നാട്ടുകാരാണോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാണോ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചക്കാരാണോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണോ, ആരാണോ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ചത്, ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ഇനി ജാതിയാണെങ്കിൽ പോലും നീ അങ്ങ് പറയണം, അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. കാരണം ഒരു പ്രകാശത്തിൻ്റെ ജോലിയാണ് മറ്റൊരുത്തിന് വേണ്ടി, ഒരു പ്രകാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ അവൻ ഡിഗ്രി പാസ്സാവണേ അവൻ്റെ ഒരാൾ വിളിക്കുക നമ്മളെ, സിസ്റ്ററെ എൻ്റെ മോൻ കാനഡയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഷൂസ് ഇട്ടുകൊണ്ട് നിൽക്കുക, ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയണം, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വസിക്കുന്നു, ജ്ഞാനത്തിന് വിവേകത്തിന് പരിജ്ഞാനത്തിന് യഹോവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു അവൻ്റെ മേൽ, അവനെ കർത്താവ് ഗൈഡ് ചെയ്യുന്നതിനെ സ്തോത്രം എന്ന് പറയണം. വിസയെപ്പറ്റി ഒരു കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ അതിനല്ല നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ആ വിസയെപ്പറ്റി എനിക്കിന്ന് രാവിലെ നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അനേക പേരെന്നെ വിളിച്ചു ഈ ബ്ലെസ്സിങ്ങിന് മുമ്പ്, സിസ്റ്റർ ഇപ്പോൾ ഇറങ്ങുകയാണ് മോൻ, ഒന്ന് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ഇപ്പോൾ 3 മണിക്ക് ടെസ്റ്റിൻ്റെ എക്സാമിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകും, സിസ്റ്റർ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണേ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രാർത്ഥന ഞാൻ ചെയ്യുകയില്ല എന്ന്. പക്ഷെ ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ ദൈവേഷ്ടം ആ കുഞ്ഞിൻ്റെ മേൽ ഇറങ്ങണമേ. ആ കുഞ്ഞിനെ എവിടെയെല്ലാം നീ ആക്കാൻ ആഗ്രഹിക്കുന്നു, ഏതെല്ലാം ദിശയിലൂടെ അവളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു, നിന്റെ ഇഷ്ടം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? കാരണം നാശത്തിലേക്ക് പോകുന്ന ബസ്സിലല്ല നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മൾ കയറിയിരിക്കുന്നത് ജീവന്റെ ബസ്സിൻ്റെ അകത്താണ്. നമ്മൾ പറയണം, ഒരു കൂട്ടം ജനം ചർച്ചിൽ, 50,000 പേരുള്ള ചർച്ചിൽ ഒറ്റൊരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെയും മേഴ്സിക്ക് കാറ് കിട്ടണേ, ചോര കിട്ടണേ, ആ സാക്ഷ്യം. നീ ഒറ്റയ്ക്ക് മതി. 50,000 ഇടയ്ക്ക് നീ ഒറ്റയാൾ മതി. നീ പ്രാർത്ഥിക്കുമ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും നീ ഡെലിവറൻസ് കാണുന്ന ആ ചർച്ചിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. 14 വർഷം മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഇന്നലെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. ഇന്ന് രാവിലെ ഞാൻ ഉണർന്നെഴുതിക്കുമ്പോൾ 14 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു ടെസ്റ്റ് മണി എനിക്ക് ഇന്ന് രാവിലെ കേൾക്കാൻ പറ്റി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നാണ് ചോദിച്ചത് ആദ്യം, യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. എൻ്റെ തോട്ട് പാറ്റേൺ മാറി എന്ന് പറഞ്ഞിട്ട്. സ്തോത്രം. നമ്മൾ അന്ന് കാണുന്നില്ല, പക്ഷേ ദൈവം നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് വിട്ടേക്കുക, ബാക്കി കർത്താവ് ചെയ്യുന്നുള്ള ഇന്ന് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളങ്ങ് നടന്നില്ലയോ അത് നമ്മുടെ വിഷയമല്ല, അത് കർത്താവിൻ്റെ വിഷയമാണ്. നമ്മുടെ ജോലി നമ്മൾ വിശ്വസിക്കണം. ഇത് യഹോവയാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല. എവറിത്തിങ് ഈസ് പോസിബിൾ വിത്ത് മൈ ലോർഡ്. ഹല്ലേലൂയ. അവൻ അസാധ്യമായി ഒന്നുമില്ല എന്നൊരു ദൈവ പൈതൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ എളുപ്പമാവുന്നത്. സം ടൈം നമ്മൾ പ്രോസിക്യൂഷനിലൂടെ കടന്നു പോകും. നമ്മളൊരു മൈറ്റി കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും വലിയൊരു വേദന പ്രശ്നം വരുന്നത്. തളർന്നു പോകരുത്. ആമേൻ. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും, നിന്ദിത പാത്രമായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ഇത് വാക്കിൽ മാത്രമല്ല പ്രയോഗിച്ച മക്കളെയും പ്രാക്ടിക്കലി നിങ്ങൾ കൊണ്ടുവരണം, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. ഒരു സ്ത്രീ ഒരു ഭവനത്തിൽ എഴുന്നേറ്റാൽ അനേകം പേരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും. ആമേൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ. ഇന്നും അതിൽ ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ്
ആമേൻ. നിങ്ങളോട് പറഞ്ഞായിരുന്നു ന്യൂ ഇയറിന് ഒരു ഡയറി എടുക്കണമെന്ന്, എഴുതി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ നെഗറ്റിവിറ്റി, നിങ്ങൾക്ക് എന്താണോ ഒരു സംഭവം ഒരാഴ്ചയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അയ്യോ ഇതൊരു ദൈവഹിതത്തിനുള്ള സ്വഭാവമല്ല എൻ്റെ അതിനകത്തുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കണം. ആമേ, എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഓരോ ആഴ്ചയിൽ. കാരണം ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇറിറ്റേഷൻ വരും, നമുക്ക് കോപം വരും. നമുക്കെന്താണ്, നമ്മളെ ഒരാൾ പറഞ്ഞു തന്ന് നമ്മളെ മനസ്സിലാക്കിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമുക്കെന്താണ് വീക്ക്നെസ്. നമ്മുടെ ഉള്ളത്തിൽ ആത്മാവുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ മനസ്സിലാവും. എഴുതിയെടുക്കണം. നമ്മൾ അതിനു വേണ്ടി കർത്താവിന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയണം വിശ്വാസത്തോടെ, ഡാഡി ഇത് ഭയങ്കര ഒരു സംഭവമാണ്, ഇത് സത്യത്തിൽ ഇത് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല, നിനക്കും ഇഷ്ടമല്ലെന്നറിയാം, അതൊന്ന് മാറ്റണേ കർത്താവേ, നോ ഇവനെ ഓടിക്കണേ കർത്താവേ. അതൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചാലും മതി വിശ്വാസത്തോടെ. ഇൻ ദ റൈറ്റ് ടൈം കർത്താവ് അതിൻ്റെ മേൽ ഡെലിവറൻസ് തരും. ഹല്ലേലൂയ. അതൊരു പ്രാർത്ഥനയായിരിക്കണം, അതൊരു ആഗ്രഹമായിരിക്കണം. ആമേൻ. നീ റിയലായിട്ടും ആഗ്രഹിച്ചെങ്കിൽ അത് തരിക തന്നെ ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞാണെങ്കിലും അത് തരും കർത്താവ് പച്ചൻ. ഹല്ലേലൂയ. ആമേ. കാരണം ഗോഡ് റിമെമ്പേർഡ് റേച്ചൽ. ഹല്ലേലൂയ. ദൈവം റേച്ചലിനെ ഓർത്തുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ കർത്താവ് ഗോഡ് റിമെമ്പേർഡ് എന്ന് എത്ര പ്രാവശ്യമുണ്ട് ബൈബിളിൽ. ആമേ. അവൻ മറക്കുന്ന ദൈവമല്ല. ഫ്രാൻസിസിനെ അവൻ മറന്നുപോയില്ല, ജനം മുഴുവനും മറന്നുപോയി. ഇതിന് ഭ്രാന്താണ്, വട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഹസ്ബൻഡ് സാക്ഷിയാണതിന്, മനുഷ്യർ ഓടിപ്പോയതിന്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൻ്റെ ദയ എന്നെ വിട്ടുപോയില്ല. ഹി വാസ് പ്രോമിസ് കീപ്പിംഗ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം വിട്ടുപോകും, പക്ഷെ നീ പാനിക് ആവരുത്. കാരണം ഒരു ജേർണിയാണിത്. ഇത് റിവർ സൈഡിലൂടെ പോകുന്നൊരു വഴിയാണിത്. സിയോൻ യാത്രയിലാണിത്. ആമേൻ. നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉരുണ്ട് വീഴുന്നിരിക്കും, ആളുകൾ ചിരിച്ചെന്നിരിക്കും ചെടിയുള്ള സ്ഥലത്ത് വരുമ്പം. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഫോണിലൂടെ ആയിരിക്കും, അല്ലെ അവിടുത്തെ അമ്മച്ചി ഒന്ന് വിളിച്ച് നമ്മൾ പോവാണേന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴായിരിക്കും നമ്മളെ ഒരു തെങ്ങിൻ്റെ ഇതിൽ വിട്ട് നമ്മളൊന്ന് തലയിടിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നിന്നാൽ മറ്റേവരോട് ഹലോ പറഞ്ഞില്ല, അവർ ചിരിക്കും എന്ന് ചിരിക്കും. അപ്പം നമ്മൾ വീഴരുത്, കരയരുത്, പിന്നെ മുമ്പോട്ട് പോകണം തടവിക്കൊണ്ട്. അയ്യോ സ്വോത്ര. കാരണം നമ്മൾ അങ്ങോട്ട് പോവായിരുന്നല്ലോ, സിയോനിലോട്ട് പോവാണല്ലോ, പിന്നെ നമ്മൾ തന്നെ ഈ സൈഡിലൊക്കെ നോക്കി നിൽക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്ന ആരുടെ അടുത്താണെന്നറിയാമോ? അതേസമയം മറ്റേ കുലുക്കി ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അവർക്കിതൊന്നും സംഭവിക്കത്തില്ല. കാരണം അത് ഏത് വഴി? അത് പെരുവഴിയിലൂടെയാണ് പോകുന്നത്. നീ പോകുന്നത് ഇടുക്ക് വഴിയിലൂടെയാണ് പോകുന്നത്. ഹല്ലേലൂയ. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ ഇടി കൊള്ളും, ചിലപ്പോൾ ചതയ്ക്കും, ചിലപ്പോൾ ചാടകം എറിയും, ചിലപ്പോൾ നാറ്റം വരും, ചിലപ്പോൾ മനുഷ്യത്തീട്ടം പോലെ നിന്നെ എറിഞ്ഞിരിക്കും, ചിലപ്പോൾ നിന്നെ കള്ളിയെന്ന് പറയും. ഹല്ലേലൂയ. നീ ചെയ്തിട്ടില്ലാത്ത, നിന്നെ ഇഷ്ടവരെയും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവത്തിന് നിന്നെ അടിമയാണെന്ന് പറയും. ഹല്ലേലൂയ. എന്നിട്ട് നീ പാനിക് ആകരുത്. കാരണം വിശ്വാസം എന്ന കോട്ട, ആമേ, അത് നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. വിശ്വാസം ഇന്ന് മുതൽ എല്ലാവരും വിശ്വസിക്കണം. ആമേ. ഹല്ലേലൂയ. എന്നാൽ അസാധ്യമേ ഒന്നുമില്ല. നമ്മൾ എവിടെയാണ് വിശ്വസിച്ചത് നമ്മൾ ദൈവപൈതലാണെന്ന്? നമുക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ ദൈവപൈതലാണെന്ന്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? നമ്മുടെ വിശ്വാസത്തിലല്ലേ. ഹല്ലേലൂയ. ആമേ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെയല്ലേ നമ്മൾ വിശ്വസിച്ചത്. ആമേ. നിങ്ങൾ വിശ്വസിക്കുകയും ആമേ സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ ആമേ ദൈവത്തിൻ്റെ മക്കളാകുമെന്നുള്ള വിശ്വാസം നമുക്ക് എങ്ങനെയാണ് വന്നത്? നമ്മൾ വിശ്വസിച്ചതുകൊണ്ടല്ലേ. മാരേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ പാസ്റ്റർ അല്ലെങ്കിൽ വിളിച്ചു പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയല്ലേ, അല്ലേ? മരണശേഷം പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ വന്നിട്ട്, നമ്മൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസുകളെ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? അവൻ പറയുകയാണ്, നീ കാത്തിരിക്കണം. സ്റ്റിൽ ഇന്നു മുതൽ വചനം എടുക്കുമ്പോൾ ദൈവം നമ്മോട് വ്യക്തിപരമായി ഇടപെടും. ആ വചനങ്ങളെ നമ്മൾ എഴുതിയെടുക്കണം. ആമേൻ. മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കർത്താവ് പറഞ്ഞത്, നീ കീപ്പ് ഓൺ റീഡിങ് ബൈബിൾ വീട്ടിലിരുന്നിട്ട്. അൺവാണ്ടഡ് മീറ്റിംഗ്സ് ഒക്കെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. ആ പ്രോഫറ്റിക് മിനിസ്റ്റർ വന്നു, ഈ പ്രോഫറ്റിക് മിനിസ്റ്റർ അവയാൾ വന്നിട്ട് അങ്ങ് പോകും. കുറച്ച് പേരെ അവർക്ക് സൂം മീറ്റിംഗ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആളുകളെ ഇങ്ങനെ വിളിച്ചു. എനിക്ക് ഒരു ദിവസം 25 ഈ സൂം ഐ ഡി വരും. സിസ്റ്ററെ എല്ലാവർക്കും കൊടുക്കണം. ഞാൻ എപ്പോഴെങ്കിലും അയക്കുന്നു കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഞാൻ അങ്ങനെ അയച്ച് നിങ്ങളെ അവിടെയും കയറ്റി ഇവിടെയും കയറ്റി കൊണ്ടുപോകാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വളരണം. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്ക് വളരണം. സഭയിൽ പോകണം, പ്രാർത്ഥിക്കണം, എല്ലാം ചെയ്യണം. ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. ആമേ. കാരാഗൃഹത്തിൽ പൗലോസിനെ കൊണ്ടുപോയിട്ട് 14 ലേഖനം ദൈവത്തിന് പല സമയങ്ങളിൽ ദൈവത്തിന് പൗലോസിനെ കൊണ്ട് മാക്സിമം ആഴത്തിൽ എഴുതിപ്പിച്ചത് കാരാഗൃഹത്തിലിരുന്നപ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോഴേ ദൈവവുമായിട്ട് യഥാർത്ഥമായി ഇടപെടാൻ പറ്റുന്നത് സൗണ്ടിൻ്റെ സമയത്തല്ല. ആരാധിക്കാൻ പറ്റും, ദൈവസാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ പറ്റും. പക്ഷെ റിയൽ എസൻസ് കിട്ടുന്നത് ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരു കഷ്ടം വന്നു എന്ന് വിചാരിച്ച് പാനിക് ആകണ്ട. ഈ ലോകത്തിൽ എന്നേക്കാൾ കഷ്ടം വേറെ ആർക്കുമില്ല എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. സിസ്റ്ററിന് മനസ്സിലാകാൻ സിസ്റ്ററിന് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ പോകുന്ന അവസ്ഥ എന്തോരം ചെയ്തെന്നറിയാമോ സിസ്റ്റർ? എന്നിട്ട് ഞങ്ങളാണ് ഇപ്പോൾ കുറ്റം. എന്തോരം ഞങ്ങൾ സഹായിച്ചെന്നറിയാമോ? ഇപ്പം ഞങ്ങളെ അവർക്ക് വേണ്ട. ഹല്ലേലൂയ. ആമേൻ. ഉഷ സിസ്റ്ററേ ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറഞ്ഞ എന്നാന്നറിയാമോ?
നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മത്തായി സുവിശേഷം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. എന്താണ് ഈ സത്യം? ഇതൊക്കെയാണ് സത്യങ്ങൾ. കാരണം ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ ഉറച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ പോയി ദൈവവുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും, അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നടക്കുന്ന ഒരു ദൈവത്തിന് അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ നമ്മൾ നിലംപരിചാകുകയില്ല. ബിലീവ് മീ, നിലംപരിചാകുകയില്ല. നിന്നെ ഞാൻ പറഞ്ഞല്ലോ, സൺഡേയിൽ രാത്രിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. പക്ഷേ എൻ്റെ കയ്യിലല്ലോ ഇരിക്കുന്ന, കർത്താവല്ലേ നിശ്ചയിക്കുന്നത് ആര് വരണോ ആര് പോകണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയാം, 14 വർഷമായി വീട്ടിൻ്റെ അകത്തിരിക്കുന്ന എനിക്ക് അറിയാത്ത വ്യക്തികൾ ഇപ്പോൾ ലോകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെയും പോയി അന്വേഷിക്കാനൊന്നും പോയില്ല. ഹോളി സ്പിരിറ്റ് ആരുമായിട്ട് കണക്ഷൻ ആവണോ അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഇന്ന് രാവിലെ നടന്നൊരു സംഭവമാണ് പറയുന്നത്. ആ മോള് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളെ സൺഡേയിലേ പറയത്തുള്ളൂ. എൻ്റെ അവസാനത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ആ ഫോൺ വിളിച്ചിട്ട്, അയ്യോ നിങ്ങളാണെങ്കിൽ അതിന് പാനിക്കായിട്ട് നല്ല 2 ഉത്തരം പറയും. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്, കാരണം ഇമെയിൽ ഐ ഡിയുടെ ഒരു പ്രശ്നം, നിൻ്റെ ഒരു യൂട്യൂബ് കാരണം എൻ്റെ ഇമെയിൽ ഐ ഡി മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്, എൻ്റെ പാസ്വേഡ് നിൻ്റെ അകത്ത് വരുന്നു പറഞ്ഞു. ഭയങ്കരമായിട്ട് അങ്ങ് ഓഫീസിൽ നിന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ ഓക്കെ ഞാൻ വിജയിച്ചിയുടെ മൊമെൻ്റ് അവനോട് പറഞ്ഞ് അത് മാറ്റാം, ശരി ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചതല്ല. ആ വെച്ച ഉടനെയാണ് അടുത്ത എൻ്റെ 14 വർഷത്തിന് ശേഷമുള്ളൊരു ബ്രേക്ക് നടക്കുന്നത്. എൻ്റെ ടെസ്റ്റായിരുന്നു അത്. നീ എന്തുവാ പറയുന്നതെന്ന്. ഹല്ലേലൂയ. പക്ഷേ ആ സമയത്ത് നമ്മൾ കാണുന്നത്, പുള്ളി അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ. ബട്ട് ഞാൻ അങ്ങനെയല്ല കണ്ടത്. കർത്താവേ, എൻ്റെ സ്വഭാവം ഒന്ന് മാറണമല്ലോ. സ്തോത്രം. പല സമയത്തും നമുക്ക് ചിന്തിക്കും, ഇങ്ങനെ പറയണം അങ്ങനെ പറയണം. നോ. ഹല്ലേലൂയ. പക്ഷേ ഇവൻ എപ്പോഴെല്ലാം സങ്കീർത്തനം 39:1 പറയുന്നു, അവൻ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്, വാതിലിൻ്റെ മുമ്പിലിരിക്കുകയാണ്. ശത്രു നിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നിൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് കേൾക്കുക. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സംടൈം നമുക്ക് പറ്റത്തില്ല, നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നതെങ്കിൽ എവിടെയെല്ലാം വായടയ്ക്കണോ അവിടെ നമ്മൾ പോലും അറിയാതെ ക്ലിപ്പ് കൊണ്ടുവയ്ക്കും കർത്താവ്. നമ്മളന്നേരം പറയും, നമ്മൾ ചിന്തിക്കുന്ന ഡെമി ഇത് ഞാനാണോ ഈ പറഞ്ഞത് നല്ല സൗമ്യതയിൽ. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് സംഭവിച്ചത്, ഇത് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ്. നോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല, ഞാൻ അവനിൽ വിധേയപ്പെടുന്നത് കൊണ്ടാണ്. ഞാൻ ലോകത്തിൻ്റെ സൗണ്ടുകളെ എല്ലാം അടച്ചതുകൊണ്ടാണ്. അപ്പം നീ മാത്രം മതി എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ അനുരൂപമാകാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് 10 മിനിറ്റ് ആണെങ്കിലും അതിന് ഭയങ്കര പവറാണ്. ഹല്ലേലൂയ. നമ്മൾ അതിവിശുദ്ധ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ, അത് സൗണ്ട് കേൾക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ ഓർത്തോണം, ദിസ് ഈസ് എ ടൈം ഗോഡ് ഈസ് അലൗവിങ് യു ടു പ്രേ. ഹല്ലേലൂയ. എൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കാൻ ദൈവ സമയം തരുക. നമ്മുടെ ശരീരത്തിലൊരു വലിയ വേദന വരുമ്പോൾ അപ്പോൾ ഓർത്തോണം, അയ്യോ റാണി സിസ്റ്റർ എന്ന് പറഞ്ഞായിരുന്നു, വേഗത്തിൽ പോയി അതിവിശുദ്ധ സ്ഥലത്ത് പോയി എന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ദിസ് ഇസ് എ ഹിൻഡ് കർത്താവ് തരികയാണ്. അവന് അസാധ്യമേ ഒന്നുമില്ല. നമ്മൾ പല സമയത്തും നമ്മൾ ഒറ്റപ്പെടും, പാനിക്കാകും, നമ്മൾ അർഹതപ്പെട്ടത് ലഭിച്ചതിരിക്കത്തില്ല. നെവർ ബി ഡിസപ്പോയിൻറ്റഡ്. കാരണം ഡിസപ്പോയിൻറ്റിൻ്റെ ഒരു സ്പിരിറ്റിനെ അലോ ചെയ്താൽ പിന്നെ അവൻ അവനെ ഓക്യുപ്പൈ ചെയ്യും നമ്മുടെ അകത്ത്. ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് ഒരു ബോണ്ടേജും ഉണ്ടാകരുത്, ഒരു സപ്രഷൻ ഉണ്ടാവരുത്. കാരണം എല്ലാം നമ്മളെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തടസ്സപ്പെടുത്തുന്നതാണ്. ഇത് ജീവൻ്റെ നദിയുടെ വിഷയമാണ്. ജീവൻ്റെ നദി നമ്മളിലൂടെ വ്യാപരിക്കണമെങ്കിൽ വിശ്വസിക്കും തോറും വ്യാപരിക്കുന്ന നോക്കിക്കേ, വിശ്വസിക്കും തോറും വ്യാപരിക്കുന്ന എന്തുവാ? അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കും തോറും വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കണമെങ്കിൽ സപ്രഷൻ പാടില്ല, ഈഗോ പാടില്ല, ഹെവിനെസ് ആയിട്ടുള്ള ഒന്നും എടുക്കല്ലെന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭാരമുള്ളതൊന്നും നിങ്ങൾ എടുക്കരുത്, എടുത്താൽ നിങ്ങളെ എനിക്ക് യാത്ര ചെയ്യിക്കാൻ പറ്റത്തില്ല. പലരോടും വ്യക്തിപരമായി ദൈവം ഇടപെടുകയാണ്. മരുമോളോടാണോ, അമ്മായിയപ്പനോടാണോ, സഹോദരങ്ങളോടാണോ, ചേച്ചിയോടാണോ, ജസ്റ്റ് forgive them. വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. forgive and just go from there. നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ.
പിന്നെ അവരോട് ഹൃദയമായിട്ട് ദൈവം ഇടപെടും. അപ്പോൾ അവരിങ്ങ് വരും നമ്മുടെ അടുത്ത്. എല്ലാത്തിനെയും മടക്കി കൊണ്ടുവരും ദൈവം. ആമേൻ, സ്തോത്രം. നമ്മൾ നന്നാവുമ്പോൾ, നമ്മൾ നന്നാവുകയെന്നല്ല, നമ്മൾ അവന്റെ സ്വഭാവത്തോട് അനുരൂപമാകുമ്പോൾ God will bring everyone. I am seeing today, that's why I am telling you. ആമേ, ഒരു മുഴക്കം, കൈമേഘമൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു അന്ന്. മുഴക്കം മാത്രം കേട്ടു. ദൈവത്തിന്റെ വചനവും വാഗ്ദത്തം മാത്രം ഞാൻ കേട്ടു. ഞാൻ മിണ്ടാതെ ഇരുന്നു. ഞാൻ ആരും ആശ്രയിച്ചില്ല. പലരും പറഞ്ഞു ആ പ്രവാചകനെ വിളി, ഈ പ്രവാചകനെ വിളി, അവിടെ 20 ദിവസം ഇരിക്കും, ഇവിടെ 3 ദിവസം ഇരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ട് 3 ദിവസം 21 ദിവസം ആടാനല്ല ഞാനിരിക്കുന്നത്. എൻ്റെ അപ്പൻ എപ്പോഴും എന്നോട് പറയുന്നു ഉപവസിക്കാൻ, ഞാൻ ഉപവസിക്കും. എൻ്റെ അപ്പൻ എപ്പോൾ പറയുന്നു പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ അപ്പൻ എപ്പോൾ പറയുന്നു നീ സൂമിലിരിക്കണം, സൂമിലിരിക്കും. എൻ്റെ അപ്പൻ എപ്പം പറയുന്നു ലൈവിൽ പോകണം, ഞാൻ ലൈവിൽ പോകും. ആമേ, ഞാൻ ആരുടെ മനസ്സിന് ആമേ ഒന്നും സ്വരം കേൾക്കുന്ന ആളല്ല. എൻ്റെ കർത്താവിൻ്റെ സ്വരം കേൾക്കും. ആ കർത്താവിൻ്റെ സ്വരത്തിൽ പോകുമ്പോൾ എനിക്കറിയാം ഈ വ്യക്തി പറയുന്നത് ഇപ്പോൾ ഏത് സ്വരത്തിലാണെന്ന്. ആമേ, വിസ്റ്റമുണ്ട്. വിവേചനത്തിന്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് തരും. ആമേ, ഇപ്പോൾ ഈ വ്യക്തി സംസാരിക്കുന്നത് ആത്മാവിലാണോ അല്ലയോ? ഹല്ലേലൂയ. നമ്മുടെ പല ടെസ്റ്റിലൂടെയും കർത്താവ് കടത്തിവിടും. ചിലപ്പോൾ നമ്മൾ വീണു പോകും. അവിടെയും ദൈവം പറയും, ഇപ്പം നിനക്ക് മനസ്സിലായോ? ഇഷ്ടം. ആമേൻ. ജസ്റ്റ് മൂവ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. എഴുന്നേറ്റ് നാം പണിയുക. ആമേ, നാം പണിതിയിടുക. നെഹമ്യാവ് പണിയാൻ തുടങ്ങിയപ്പോഴേ ഹല്ലേലൂയ, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവയാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ മതിൽ പണിയാൻ പറ്റിയത്. പക്ഷേ ഈ നെഹമ്യാവ് എത്ര പ്രാവശ്യം വേദനയിലൂടെ കടന്നുപോയി, എത്ര പ്രാവശ്യം ഒപ്പോസിഷൻകാർ ലെറ്ററുമായിട്ട് വരുന്നു, എത്ര പ്രാവശ്യം പണിയാൻ സമ്മതിക്കത്തില്ല. പക്ഷേ അവർ വാള് അരയിൽ കെട്ടി. ഹല്ലേലൂയ. വചനം എന്ന വാള് നമുക്ക് അരയിലുണ്ടെങ്കിൽ ഹല്ലേലൂയ ആർക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും? സങ്കീർത്തനം 17:4 വാക്യങ്ങളിൽ പറയുന്നു, ആമേൻ അവൻ എന്താ പറയുന്നത്, സ്തോത്രം, ദുഷ്ടൻ്റെ സകല പ്രവൃത്തികൾ ദൈവത്തിൻ്റെ വചനത്തിൽ അത് സാധിക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിഷ്ഠൂരൻ്റെ പാതകളൊക്കെ നമുക്ക് വഴിമാറി നടക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഐ എം പ്രൊമോട്ടിങ് എവ്രി വൺ സ്റ്റാർട്ട് റീഡിങ് ബൈബിൾ. ദൈവത്തിൻ്റെ വചനമാണത്, ദൈവമാണത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. ഹല്ലേലൂയ. നമ്മളൊന്ന് നോക്കിക്കേ, ബൈബിൾ ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത്. ഓക്കെ, ബൈബിൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് നടക്കുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എന്തോരം പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നത്. MSc, BSc, B.Ed, PhD ഒക്കെ പഠിച്ച പിള്ളേരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇത്രയും ബുക്കുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊരു സാധനം അവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്തുള്ള വല്ല ബോംബും അതിനകത്തുണ്ടോ? സ്തോത്രം. ഇതിൻ്റെ അകത്ത് ഇത്രയും പേജസേ ഉള്ളൂ, അത് പഠിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇതൊന്നും കുഞ്ഞുങ്ങളെ അറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് പഠിച്ചോ എന്ന് നമ്മൾ പോകും. ഇതിനകത്ത് എഴുതിയിരിക്കാൻ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നമുക്കും നമ്മുടെ സന്തതിക്കുമുള്ളതാണ്. ഏത് വാഗ്ദത്തമാണ്? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഓരോ മാതാവും അവരെ ആ യഥാർത്ഥമായ വഴിയിലൂടെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവരെ കയറ്റിവിടുമ്പോൾ കർത്താവിനറിയാം ഏതെല്ലാം വഴിയിലൂടെ എൻ്റെ മക്കൾ പോകണമെന്ന്. അവർ ജയാളികളാകും നിശ്ചയമേ. പാതാള ഗോപുരം ജയിക്കുകയില്ല. ഹല്ലേലൂയ. അവന്റെ വചനം എന്താണ്? അവന്റെ വചനം വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 23:29 വാക്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഏതും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. സ്തോത്രം. അത് പാറയായിട്ടിരിക്കുകയായിരിക്കും ചില വിഷയങ്ങൾ. ചില അവരുടെ സ്മോക്കിംഗ് ആയിരിക്കാം, ചില അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില കൂട്ടുകെട്ടായിരിക്കാം, ചില അവരുടെ പാരമ്പര്യമായ ചില രോഗങ്ങളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തി കൊണ്ട് വിശ്വാസത്തിൽ പറയുമ്പോൾ അത് റേമയായി ഹോ റാ ബാ ഖ തു റാ ബാ ലാ ബാ ലാ. അനേക ദിവസങ്ങൾ ദാവീദ് ഗ്രഹവും ശൗൽ ഗ്രഹവും യുദ്ധമുണ്ടായി. എന്നാൽ ശൗൽ ഗ്രഹം ക്ഷയിച്ചും ദാവീദ് ഗ്രഹം ശക്തി പ്രാപിച്ചും വന്നു. ഹല്ലേലൂയ. ഒരു ഓക്ക് മരത്തെ ഒറ്റ ദിവസം കൊണ്ട് വെട്ടാൻ സാധ്യമല്ല. നീ എവരിഡേ കുറച്ച് വെട്ടണം. വെട്ടി ആ മരത്തിന്റെ സ്റ്റാൻഡ് അങ്ങ് വിട്ടുപോകുമ്പോൾ അതങ്ങ് വിട്ടുപോകും. ഹല്ലേലൂയ. അത് എത്ര ദിവസം എന്നോട് ചോദിക്കരുത്. നിന്റെ വെട്ടിനനുസരിച്ചിരിക്കും, നിന്റെ വിശ്വാസത്തിനനുസരിച്ചിരിക്കും. ദൈവത്തിന് നിന്നിലൂടെ അത് എത്ര ദിവസം പ്രവർത്തിക്കണം ദൈവം നോക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നെവർ ഗിവ് അപ്പ്. ഡോണ്ട് ബി പാനിക്. ഇതൊരു അസാധ്യമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് നീ എളിഫിയായിരിക്കരുത്. എൻ്റെ കുടുംബത്തിൽ മോന് ആ ജീവിതം അത് പാഴായി പോയി, മോൻ്റെ ജീവിതം ഡൈവോഴ്സിലോട്ട് എത്തി, എനിക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. നോ, ഇപ്പോഴും സമയമുണ്ട്. നിനക്ക് ഡൈവോഴ്സായി പോയി, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ എന്തോ ഇട്ടിരിക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് നോ മോർ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പിന്നെ റീയൂണിയനായി. ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചതിനെ ആർക്ക് വേർപിരിക്കാൻ പറ്റും?
ദൈവം ഒരു അപ്പോയിന്റ് ചെയ്യണം, ഈ സ്ഥലത്ത് നീ സഭ സ്ഥാപിക്കണമെന്ന് ദൈവം ലിസിയാൻഡീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തലമുറ ഇപ്പം അതിന് ആ ലെവലിലോട്ട് വന്നില്ലെങ്കിൽ പോലും ദൈവം ഉദ്ദേശിക്കാതെ ഒരു സംഭവം അവിടെ നടക്കത്തില്ല. സ്തോത്രം. മുന്നമേ കരുതി കൂട്ടിയുണ്ട്. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളുമല്ല ദൈവത്തിന്റെ വഴികൾ. ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ഈ പ്രായത്തിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ഗോഡ് വിൽ നിങ്ങളെ ദൈവം മാനിക്കും. ഓരോരുത്തർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ ലിസിയാൻഡി. ഹല്ലേലൂയ. കാരണം വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, യഹോവയുടെ മനോഹരത്തൻ കാണുവാനും ഹല്ലേലൂയ അവന്റെ ആയുഷ്കാലമൊക്കെയും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും തന്നെയാണ് പ്രിയ സഹോദരി ആഗ്രഹിക്കുന്നത്. അവർക്ക് പണമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് വേണമെങ്കിൽ മോൻ്റെ കൂടെ കാനഡയിൽ പോയിരിക്കാം, അല്ലെ മോളുടെ കൂടെ ദുബായി വന്നിരിക്കാം. അതൊന്നുമല്ല, ആ ചൂടത്ത് ഈ പ്രായത്തിൽ ഇത്രയും വയസ്സായിട്ടും അങ്കിളിനെയും കൊണ്ട് 11-ാം തീയതി ഇനോഗ്രേഷനാ. ഹല്ലേലൂയ. ആ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കൂട്ടത്തെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അനേകർക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ. ആ ദേശത്ത് മടങ്ങാത്തതിനെല്ലാം കർത്താവ് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. അനേക വീരന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. അനേക മിഷണറിമാരെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ആരിതിന് ഇടപെടുമെന്ന്. കർത്താവ് മുന്നമേ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ആളുകളെയൊക്കെ. വരേണ്ടവരെയൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സഹോദരിമാരെ എൻകറേജ് ചെയ്യാണ്, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കണം. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഇന്നു മുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവങ്ങൾ അവിശ്വാസം മാറി. നമ്മൾ പ്രൊക്ലെയിം ചെയ്തു, എല്ലാം കഴിഞ്ഞ് നമ്മൾ വചനധ്യാനവും നമ്മളുടെ വിശ്വാസവും നമ്മുടെ പ്രശ്നങ്ങളൊന്നും വന്ന് നമ്മൾ പാനിക്കാതെ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നീ ഇനി പ്രകാശമാകണം. അത് നിന്റെ ഭവനത്തിൽ ആദ്യം തുടങ്ങണം. അതെന്താണ് വായിച്ചത് നമ്മൾ? യെശയ്യാവ് 63-ാം അധ്യായത്തിൽ എന്താ വായിച്ചത്? സ്തോത്രം. എവ്രി വൺ ടേക്ക് ഐസയ ചാപ്റ്റർ 66. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കഴുവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. ആര് വിശ്വസിക്കുന്നു ഇറ്റ് ഈസ് പോസിബിൾ എന്ന്? ഇപ്പോഴും നമുക്ക് വിശ്വാസമല്ല, റാണി സിസ്റ്റർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത പറയണം, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ ആശ്വാസം പ്രാപിക്കും. നമ്മൾ എവിടെയാണോ ഒരു പ്രവൃത്തി തുടങ്ങിയത് അവിടെ ആശ്വാസം പ്രാപിക്കും നിശ്ചയമേ. ഹല്ലേലൂയ. അടുത്ത പറയാണ്, ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗം, മുട്ടുവേദന, കാലുവേദന, തലവേദന, എന്താണോ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ, നമ്മൾ ഈ വചനം വായിക്കും തോറും ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപമാകും തോറും അതിനൊരു ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ നമ്മൾ ഇരിക്കാൻ പറ്റിയില്ല, നമുക്ക് ഇരിക്കാൻ പറ്റും. മുട്ടുവേദനയായിരുന്നു, ഇന്ന് മുട്ടുവേദന മാറും. കാരണം നമ്മൾ വിശ്വാസത്തിന്റെ മേലോട്ടങ്ങ് കയറുകയാണ്, വചനത്തിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. അത് റെവലേഷനാണ്, അത് റേമയാണ്, അത് ജീവനാണ്, അത് ആത്മാവാണ്. നമ്മുടെ ഉള്ളത്തിലേക്ക് അത് ആവശ്യമാണ്. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന, പത്രം എടുത്ത് നോക്കി സീരിയലും ന്യൂസും കേൾക്കുന്നതിനെക്കാട്ടി നല്ലത് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ രാവിലെ ഈ വിശ്വാസത്തിൻ്റെ വാക്കുകളെ വിളിച്ചു പറയണം. ഇറ്റ് വിൽ ഹാപ്പൻ. നമ്മുടെ ആത്മാവിന് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുട്ടും പഴവും ചായയും കാപ്പിയും രാവിലെ എന്തെല്ലാമാണോ വയറ്റിനകത്ത് കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങൾക്ക്, നമുക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡ്രൈനെസ്, ആത്മാവ്, വചനമാണ്. ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സ്പിരിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ ബൂസ്റ്റപ്പ് ഡ്രൈ ആയി വരുമ്പോഴാണ് ദൈവം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എനിക്ക് കൊട്ടുതരുന്നത്. ഇങ്ങോട്ടൊന്ന് കയറി വന്നേ. ഐ നോ ദാറ്റ്. എപ്പോഴെങ്കിലും ഒരു മേജർ കൊട്ട് വരുമ്പോൾ എനിക്കറിയാം ഞാൻ എവിടെയോ ഒന്ന് വീക്കായി പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും. പിന്നെയും ഗേറ്റ് തന്നെ. ഞാൻ അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകത്തില്ല, അയ്യോ ഇതെന്തുകൊണ്ട് സംഭവിച്ചു. ഐ നോ ഗോഡ് ഈസ് യൂസിങ് ദോസ് പീപ്പിൾ. ഞാനപ്പോൾ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവെ, അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ മൂലമാണല്ലോ ഒന്നുകൂടെ ഒന്ന് കയറാൻ പറ്റിയത്. ഹല്ലേലൂയ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴികളുമല്ല ദൈവത്തിൻ്റെ വഴികൾ. ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരി വൺ. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? അവൻ്റെ വചനം ചുറ്റുകയും എന്താണ് തകർക്കുന്ന ചുറ്റുകയും തീ പോലെയുമാണ്. യിരെമ്യാവിൻ്റെ വചനം പറയാണ് 23-ാം അധ്യായത്തിൻ്റെ 29, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വായിക്കുന്ന വചനങ്ങൾ ഇപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അത് അങ്ങനെ ചുമ്മാതെ പോവുകയല്ല. അത് പോയി അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് തിരിച്ചു വരണമെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ വായിക്കുന്ന വചനധ്യാനം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു സംഭവം കണ്ടില്ല എന്ന് വിചാരിച്ച്, സംഭവിച്ചില്ലെന്ന് വെച്ച് പാനിക്കും ഡിസപ്പോയിൻറ്റും ആകരുത്. അതാണ് ഇസ്രായേൽ മക്കൾക്ക് വന്ന പ്രശ്നം.
കർത്താവ് പറഞ്ഞു കാനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന്, ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് പിന്നെ പരിഭവം അത് കണ്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു, അവിടെ മത്തി വറുത്തതും പിന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ചായ പോലും ഇല്ല. ഇതെന്തോന്നാ ഇത്? സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര ദിവസമെന്ന് ചോദിക്കരുത്. നിങ്ങൾ ഒരു കാര്യം അന്വേഷിക്കണം, ആ സംഭവം നടന്നില്ലയോ, നിങ്ങളും അവനുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നു എന്നൊന്ന് നോക്കണം. അതിനേക്കാൾ വലിയ ബന്ധം ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് വർദ്ധിക്കുന്നത്. നമ്മളും അവനുമായിട്ട് ഇവിടെ വെച്ച ഒരു ബന്ധം ഉണ്ടെങ്കിൽ വി ആർ ഗ്രോയിങ് ടുഗെദർ. മനുഷ്യരിലൂടെയാണ് നമ്മളെ വളർത്തുന്നതെന്ന് സത്യം അറിഞ്ഞപ്പോഴാണ് എനിക്ക് വലിയ സന്തോഷമുണ്ടായത്, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവർ മിണ്ടാതിരിക്കുന്നെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, പക്ഷേ നമുക്ക് അവരോടൊന്നും പിണക്കമില്ല. കാരണം നമ്മുടെ വഴിയിൽ ഒരു തടസ്സം നമ്മളായിട്ട് വെക്കരുത്. ആമേൻ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കെട്ടിവെച്ചതല്ല അവിടെയും കെട്ടിയിരിക്കും. നമ്മളിവിടെ അഴിച്ചതൊക്കെ അവിടെ അഴിച്ചിരിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ശത്രുക്കളില്ല. ആമേൻ. നമ്മളിനി മിണ്ടാത്തവരടുത്ത് പുറകെ പോയി നിങ്ങൾ ഇലിഫിയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കർത്താവുമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുക. അവരെ കാണുമ്പോൾ മിണ്ടുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത് പറയുക, വാട്ട് എവർ ഇറ്റ് ഈസ്. അവരിനി പിന്നെയും നമ്മളോട് എന്നാലും നീ എനിക്ക് പണ്ടേ തന്നെ അറിയാം, ഓർമ്മയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ലീവ് ദം. അതിന് പുറകെ പിന്നെയും പോകരുത്. ആമേൻ. കടലിനകത്ത് എത്രയോ സഹോദരിമാരുണ്ട്, കടലിനകത്ത് എത്രയോ അമ്മയപ്പനും ഉണ്ട്, കടലിനകത്ത് എത്രയോ പേരുണ്ട് നമ്മൾ ഈ വേദനിക്കുന്നവർ. അവരെയൊക്കെ തേടിപ്പോണം നമ്മൾ. സ്തോത്രം. അതാ ദൈവേഷ്ടം. യേശു ബച്ചൻ യേശു അമ്മയുടെ അടുത്ത് ഇങ്ങനെ അമ്മേ എനിക്ക് അങ്ങനെതാ പുട്ടുണ്ടാക്കിത്താ പഴം ഉണ്ടാക്കി പറഞ്ഞ് ഇരുന്നതാണോ? പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണോ ഇരുന്നത്? ശിഷ്യന്മാർ അങ്ങനെയാണോ ഇരുന്നത്? പിന്നെ നമ്മളെന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? ആമേൻ. Arise and shine, the light has come upon you. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറയുവാനായി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയും അവരുടെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? ആമേൻ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. 39-ാമത്തെ വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അവൻ്റെ വാക്കുകൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവനോടുകൂടെ ചേർന്നു. അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സ്തോത്രം. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ആമേ, സ്തോത്രം. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഗോഡ് ഈസ് ഡൂയിങ് എവറിത്തിങ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വാഗ്ദത്തം പ്രാപിക്കാനായി ഒന്ന് പ്രാർത്ഥിക്കണം. ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇന്നു മുതൽ എത്ര പേര് പറയുന്നു, ഞാൻ ആത്മീയ വിഷയത്തിലല്ലാതെ ഇനി ഭാരപ്പെടുകയില്ല. ആത്മാവിൽ എനിക്ക് ഏതെല്ലാം കൃപാവരങ്ങളുണ്ടോ അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മീയമായി ഉയരുവാൻ, ദൈവത്തോട് ചേരുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ. കർത്താവേ, ദൈവം വചനമെന്നിലൂടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. 1000 വരും, 10,000 വരും. അവയൊന്നും നമ്മെ അടുക്കാതെ വേണം. നമ്മെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവിക ശക്തി, ഒരു തീ വലയം നമുക്ക് ചുറ്റുമുണ്ട്. നീ നിലംപരിചാകാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് കരങ്ങളിൽ സമർപ്പിക്കുന്ന പച്ച. കർത്താവേ, മൂത്ത കുഞ്ഞിനെ, 2-ാമത്തെ കുഞ്ഞിനെ, 3-ാമത്തെ കുഞ്ഞിനെ, 4-ാമത്തെ കുഞ്ഞിനെ, 5-ാമത്തെ കുഞ്ഞിനെ, 6-ാമത്തെ കുഞ്ഞിനെ, എത്ര കുഞ്ഞുങ്ങളുണ്ട് ഓരോരുത്തരും, അവരുടെ എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന പിതാവേ. അവർക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ, ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ യേശുവിൻ്റെ രക്തത്തിനാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുദ്രയിടുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നവൻ, വാക്കു മാറുകയില്ല. ഹൂറമന ശംദേറവ സിക്കൂറിയാന്തബേ റിബക്കത്തുരേ. ആമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ കർത്താവേ. അവരെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. അവർ കണ്ണുകളുടെ മുമ്പിലിരിക്കുന്ന മൂടുപടം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അന്ധകാരം പ്രകാശമാകട്ടെ. ഈ ജീവന്റെ നദിയിൽ നിന്ന് കുടിക്കുവാൻ. ഹല്ലേലൂയ. ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ അവനെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങളിൽ അവനെ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ അപ്രകാരം ഒരു ദൈവ പ്രവർത്തി, ഒരു കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ അന്ധകാരത്തെ പ്രകാശമാക്കിയ ദൈവത്തിനായി സ്തോത്രം. അവരുടെ മ്ലേച്ഛതകളെ എടുത്ത് മാറ്റിയതിനായി സ്തോത്രം. അവരുടെ അൺവാണ്ടഡ് കൂട്ടുകെട്ടുകളെ എടുത്ത് മാറ്റിയതിനായി സ്തോത്രം. അവരെ കർത്താവെ പുതിയ വഴികളിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അവരുടെ മേലെ ഹോയുടെ ആത്മാവസിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിൻ്റെയും
ടുഡേ ആത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ആമേ കർത്താവേ, ഞങ്ങളുടെ അമ്മമാർ നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വസ്തയോടെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആമേ ഭാര്യ മുന്തിരിവള്ളിയും മക്കൾ ഒലിവ് തൈകളും യഹോവ ഭക്തനായ പുരുഷൻ അങ്ങനെ ആമേ അനുഗ്രഹം പ്രാപിക്കും കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോയിരിക്കുന്ന ചില സിറ്റുവേഷനിൽ വന്ന ഭയങ്ങളെ ഞങ്ങൾ നിർവീര്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. എവ്രി അൺവാണ്ടഡ് ഫിയർ ഐ കമാൻഡ് ടു കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത ഭയങ്ങളൊക്കെയും കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേ കർത്താവേ, ആമേ ദൈവഭയത്തിൽ അവരെ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കൂട്ടുകാർ കൊണ്ടുവരുന്ന ഓരോ അഡിക്ഷനിലും, ഒരു റിലേഷൻഷിപ്പിലും, ഒരു ബന്ധത്തിലും, ഒരു കാർട്ടൂണിലും, ഒരു മീഡിയയിലും കുഞ്ഞുങ്ങൾ അഡിക്ഷൻ ആകാതെ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ, ദൈവത്തിൻ്റെ തീമതിൽ ആമേ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമിരിക്കണം. ആമേ ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ഭയം നിർവീര്യമായി പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളെ ഹോവ തന്നതെങ്കിൽ പ്രതിഫലമാകുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് ആമേ കർത്താവെ എവണ്ണം വളർത്തണമെന്നുള്ള കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. അവർക്ക് ദൃഷ്ടി വെച്ച് നീ ആലോചന പറഞ്ഞു കൊടുക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും നിശ്ചയമേ. ദുഷ്ടന്റെ വഴികളിലല്ല, ഞങ്ങൾ വിശാലതയിലല്ല, ഞങ്ങൾ ആമേ ഇടുക്കു വഴിയിലൂടെ ഞങ്ങൾ കടന്ന് അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ഞങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ ആമേ നീതിയുടെ കിരീടം പ്രാപിക്കും. ഞാനും എൻ്റെ കുടുംബവും നീതിയുടെ കിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ലോകത്തിൽ വേണ്ടി പോകാതെ ഹല്ലേലൂയ ആമേ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്നതെന്നറിഞ്ഞ് ഞങ്ങൾ മനസ്സുകളെ പുതുക്കി രൂപാന്തരം പ്രാപിച്ച് ആമേ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ച് ഈ ലോകം വിട്ട് ഞങ്ങൾ പോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വിശ്വസ്തനാകുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണമേ കർത്താവേ. അതപ്രകാരം തന്നെ സംഭവിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ സഹോദരിമാരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും അനുഗ്രഹം തന്നെ പ്രാപിക്കും നിശ്ചയമേ. പാതാള ഗോപുരം ജയിക്കില്ല. ഹല്ലേലൂയ. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിലുള്ള ഭാരം ഇപ്പോൾ നീങ്ങിപ്പോയതിനായി സ്തോത്രം. അവരുടെ രോഗങ്ങൾ സൗഖ്യമായതിനായി സ്തോത്രം. ബൈ യുവർ സ്ട്രൈപ്സ് ദേ ആർ ഹീൽഡ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ ആത്മാവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവിശ്വാസം മാറിപ്പോകട്ടെ. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കട്ടെ. എല്ലാ സ്കിൻ പ്രോബ്ലം, ആസ്മ രോഗം, ബോൺ പ്രോബ്ലം, ഇറിറ്റേഷൻ പ്രോബ്ലം, അൺഫോർഗീവ്നെസ്, ആമേ ഇരുട്ടിന്റെ അവസ്ഥ, ബൈബിൾ വായിക്കാൻ പറ്റാത്തത്, വചനം വായിക്കാൻ പറ്റാത്തത്, ഹല്ലേലൂയ ആമേ ആത്മാവിൽ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റാത്തത്, എപ്പോഴും ആമേ അൺവാണ്ടഡ് തോട്ട്സ് വരുന്നത്, ആമേ ബലഹീനതകൾ, ശരീരത്തിന്റെ ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ശൂന്യതകളുടെ മേൽ പണിയുന്ന ദൈവ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ ഞങ്ങൾ ജയാളികളാകുന്നു, ക്രിസ്തുവിൽ ജയാളികളാകുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഹല്ലേലൂയ. സന്തോഷമായിരിക്കുക. ആമേ കർത്താപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പിൽ ബൈബിൾ വായിക്കുക, അന്യഭാഷാ ഗ്രൂപ്പിൽ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പോഴേ നിങ്ങൾ വചനം എടുത്ത് വായിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അന്യഭാഷയിൽ അല്പസമയം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. God has every plan about everyone, not to harm you, to give you hope and future. Amen. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. So God bless you. Have a blessed Wednesday.